ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിന് അടുത്ത എക്സാം വരുന്നത് ഖുർആൻ ഹിഫ്ള് എക്സാമാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന 3ാം ക്ലാസ്സിലെ മുൻ വർഷങ്ങളിൽ നടന്ന ചോദ്യപേപ്പറിൻ്റെ ഫോട്ടോസാണ് ഞാൻ ഇവിടെ ഇടുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ വരുന്ന കാര്യങ്ങൾ പാഠഭാഗത്ത് നന്നായി മനസ്സിലാക്കി പഠിക്കാം. നിങ്ങൾക്ക് 3ാം ക്ലാസ്സിൽ വല്ലുഹ മുതൽ താഴോട്ടുള്ള എല്ലാ സൂറത്തുകളും ഹിഫ്ളായിരിക്കണം. നമുക്കിവിടെ വന്ന സൂറത്തുകൾ തന്നെ ആയിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇനി വരുന്ന ചോദ്യപേപ്പറിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇതിൽ ഒന്നാമത്തെ ഈ ചോദ്യപേപ്പറിൽ വന്നത് ലുഹാ സൂറത്ത്, നഷ്ർ, തീന്, ഖദർ, മുത്തക്കാസിർ, കാഫിറൂന, അലക്ക്, ഇത്രയും സൂറത്താണ് വന്നത്. പിന്നെ ഒരു ദിക്ർ വന്നിട്ടുണ്ട്, അത് നമുക്ക് പഠിക്കുന്ന പാർട്ടിലില്ല. പിന്നെ എന്താണ്, ബാത്റൂമിലേക്ക് കയറുമ്പോഴും ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഉള്ളതാണ്, അത് നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഉളൂയിൽ മുൻകൈ കഴുകുമ്പോൾ, പിന്നെ ഉളൂവിൻ്റെ ശേഷമുള്ള ദുആ, വാഹനത്തിൽ കയറുമ്പോൾ, കിടക്കുമ്പോൾ, ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ, അതൊക്കെ നമ്മൾ ദിക്റായിട്ട് പഠിച്ച കാര്യങ്ങളാണ് നമ്മളെ പാഠബുക്കിൽ. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കണം, ചോദ്യം വന്നാൽ പറഞ്ഞു കൊടുക്കണം. പിന്നെ നോക്കി ഓതാൻ നിങ്ങൾക്ക് ഇതുവരെ മദ്രസയിൽ എടുത്ത പാഠഭാഗത്തിൽ നിന്ന് ഏതാനും ആയത്തുകളാണ് നോക്കി ഓതാനുണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് നോക്കി ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഉന്നത്ത് ശ്രദ്ധിക്കണം, നൂനിൻ്റെയും മീമിൻ്റെയും ഉന്നത്ത് ശ്രദ്ധിക്കണം. പിന്നെ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ, ഇൽഹാർ, ഇദ്ഗാം ബിഉന്ന, അങ്ങനെ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൽഹാറും ഇദ്ഗാം ബിഉന്നയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഓതേണ്ടതെന്നൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പാരായണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ എല്ലാ ചോദ്യപേപ്പറിലും വന്ന സൂറത്തുകൾ നിങ്ങൾ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരണം എന്നില്ല, ചിലത് ഇത് തന്നെ വരാം. അപ്പോൾ നമ്മൾ വല്ലുഹ മുതൽ താഴോട്ടുള്ള എല്ലാ സൂറത്തുകളും ഹിഫ്ളായി മനസ്സിലാക്കി പഠിക്കണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട സൂറത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ തജ്വീദുൽ ഖുർആനിൻ്റെ അവസാനത്തിലുണ്ടാവും നിങ്ങൾക്ക് പഠിക്കേണ്ട സൂറത്തുകൾ, ദിക്റുകൾ, പിന്നെ നിസ്കാരത്തിൻ്റെ ലഫ്ലുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പഠിച്ച വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ദിക്റുകൾ, അതൊക്കെ ചോദ്യമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും തജ്വീദിൻ്റെ അവസാനത്തിൽ വന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കി പഠിക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.